ശിവഭക്തനായ കണ്ണപ്പയുടെ ഐതിഹ്യത്തെ ആസ്പദമാക്കി തെലുങ്കിലൊരുങ്ങുന്ന ഫാന്റസി ചിത്രമാണ് കണ്ണപ്പ. ഇത് സംവിധാനം ചെയ്യുന്നത് മുകേഷ് കുമാർ സിംഗ് ആണ്. നിർമ്മാണം മോഹൻ ബാബു, AVA എന്റർടൈൻമെന്റ്, 24 ഫ്രെയിംസ് ഫാക്ടറി എന്നിവരുടെ ബാനറിൽ. വിഷ്ണു മഞ്ജു ആണ് കണ്ണപ്പയായി പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. ഇതിൽ താരനിരയായി മോഹൻലാൽ, പ്രഭാസ്, അക്ഷയ് കുമാർ, ശരത് കുമാർ, കാജൽ അഗർവാൾ തുടങ്ങിയ പ്രമുഖ താരങ്ങൾ അഭിനയിക്കുന്നുണ്ട്. അക്ഷയ് കുമാർ ശിവനായും പ്രഭാസ് നന്ദിയായും എത്തുമെന്നാണ് സൂചന. കണ്ണപ്പ എന്ന സിനിമയിൽ മോഹൻലാൽ അവതരിപ്പിക്കുന്നത് കിരാതൻ എന്ന കഥാപാത്രത്തെയാണ്. ഇത് ഒരു അതിഥി വേഷമാണ്. ഇത് മോഹൻലാൽ ആരാധകരെയും സിനിമാ പ്രേമികളെയും ആവേശത്തിലാഴ്ത്തിയിട്ടുണ്ട്. ബാഹുബലി എന്ന ചിത്രത്തിലൂടെ ആഗോള ശ്രദ്ധ നേടിയ പ്രഭാസ് ഭഗവാൻ ശിവന്റെ വാഹനമായ നന്ദിയുടെ വേഷത്തിലാണ് ചിത്രത്തിൽ എത്തുന്നത്. ഇത് ഒരു അതിഥി വേഷമാണെങ്കിലും പ്രഭാസിന്റെ സാന്നിധ്യം സിനിമയുടെ ഹൈപ്പ് വർദ്ധിപ്പിക്കുന്നുണ്ട്. ബോളിവുഡ് താരം അക്ഷയ് കുമാർ ഈ ചിത്രത്തിലൂടെ തെലുങ്ക് സിനിമയിൽ അരങ്ങേറ്റം കുറിക്കുകയാണ്. ഇത് ചിത്രത്തിന്റെ ഒരു പാൻ ഇന്ത്യൻ തലത്തിൽ കൂടുതൽ പ്രേക്ഷകരുടെ ശ്രദ്ധ നേടാൻ സഹായിക്കും. സംഗീതം സ്റ്റീഫൻ ദേവസിയും മനീഷ് ശർമ്മയും ചേർന്നാണ് ഒരുക്കിയിരിക്കുന്നത്. ചിത്രം തെലുങ്ക്, മലയാളം, തമിഴ്, കന്നഡ, ഹിന്ദി എന്നീ ഭാഷകളിൽ റിലീസായിരിക്കും. കണ്ണപ്പ 2025 ജൂൺ 27 ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ റിലീസ് ചെയ്യും. നേരത്തെ ഏപ്രിൽ 25 റിലീസ് ചെയ്യാനിരുന്ന ചിത്രം VFX ജോലികളും പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികളും പൂർത്തിയാക്കാൻ വേണ്ടിയാണ് മാറ്റിവെച്ചത്. ശിവഭക്തയായ കണ്ണപ്പയുടെ ഐതിഹ്യത്തെ ആസ്പദമാക്കിയുള്ള ഒരു തെലുങ്ക് ഭാഷാ ഫാന്റസി ചിത്രമാണിത്. 1976 പുറത്തിറങ്ങിയ തെലുങ്ക് ചിത്രം ഭക്ത കണ്ണപ്പയ്ക്കുള്ള ഒരു ട്രിബ്യൂട്ട് കൂടിയാണിത്. ന്യൂസിലൻഡ്, ഓസ്ട്രേലിയ, ഹൈദരാബാദ് എന്നിവിടങ്ങളിലാണ് സിനിമയുടെ ചിത്രീകരണം നടക്കുന്നത്. കണ്ണപ്പ ഒരു വലിയ ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന ചിത്രമാണ്. വിഷ്ണു മഞ്ജു തന്റെ കരിയറിലെ ഏറ്റവും വലിയ പ്രോജക്റ്റായാണ് ഇതിനെ കാണുന്നത്. കണ്ണപ്പ സിനിമയുടെ നിർണായക രംഗങ്ങളടങ്ങിയ ഹാർഡ് ഡിസ്ക് കാണാതായെന്ന വാർത്ത അടുത്തിടെ വലിയ ചർച്ചയായിരുന്നു. സിനിമയുടെ VFX ജോലികൾ സൂക്ഷിച്ചിരുന്ന ഹാർഡ് ഡിസ്കാണ് കാണാതായത്. ഇത് ചിത്രത്തിന്റെ തുടർ പ്രവർത്തനങ്ങളെ പ്രതികൂലമായി ബാധിക്കുമെന്ന് ആശങ്കയും ഉയർന്നിട്ടുണ്ട്.